ഡിയർ സ്റ്റുഡൻസ്, ജസീം സറാണ്. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ചാപ്റ്റർ ക്യുക്കായിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് സാധനം. യെസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ഈ ചാപ്റ്ററിൽ 11 ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ് ആണ് ടോപ്പോളജി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. 11 ടോപ്പിക്സ് ഉണ്ട്. 11 ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്ത രൂപത്തിന് എന്തിനു വേണ്ടിയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ അതിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. എന്തിനു വേണ്ടി? ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഇങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ? ആളുകളുടെ പരസ്പരം എന്ത് ചെയ്യുക? ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് നമ്പർ 1. ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും, റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഒരു 50 കമ്പ്യൂട്ടർ ഉണ്ട്. 50 കമ്പ്യൂട്ടറിന് 50 പ്രിൻ്ററിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ പ്രിൻ്റർ മതി. എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിസോഴ്സ് ഷെയറിങ്. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. ഹൈ സ്പെക്കുള്ള സാധനം വേണ്ട. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. ആളുകളുടെ എണ്ണം കൂട്ടാം, കമ്പ്യൂട്ടറിൻ്റെ എണ്ണം കൂട്ടാം. അതിനെ പറയുന്ന പേരാണ് സ്കേലബിൾ. ഒരു സിസ്റ്റം ഫെയിലായി അത് വിചാരിച്ച് മൊത്തം നെറ്റ്വർക്ക് നിൽക്കുമോ? ഇല്ല. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് റിലയബിൾ. എത്രയും അല്ലേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇതാണ് അഡ്വാൻറ്റേജ്. സ്വാഭാവികമായിട്ടും നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിൽ അൺവാണ്ടഡ് ഇലക്ട്രോണിക് സിഗ്നൽസ് വരാം. അതായത് ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ വേഗത തന്നെ പറയുന്ന പേരാണ് നോയിസ് എന്ന് പറയും. അല്ല, കീ ടേംസുകൾ 3 കീ ടേംസുകളാണ്. ഒന്ന്, നെറ്റ്വർക്കിലുള്ള യൂസ് ചെയ്യുന്ന ഓരോ ഡിവൈസിനെയും പറയുന്ന പേരാണ് നോഡ് എന്ന് പറയും. അതേപോലെ അൺവാണ്ടഡ് ഇലക്ട്രോണിക് സിഗ്നലിനെ പറഞ്ഞ പേരാണ് നോയിസ് എന്ന് പറയും. അതേപോലെ ലാസ്റ്റ് വൺ ഈസ് ബാൻഡ് വിഡ്ത്ത് ആണ്. എന്താ ബാൻഡ് വിഡ്ത്ത്? സ്പീഡിനെ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ 3 സെക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കീ ടേംസിൽ. എന്തൊക്കെടാ? നോഡ്, നോയിസ്, ബാൻഡ് വിഡ്ത്ത്. അത് സെറ്റല്ലേ? സോ നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ്. എന്താ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാൻ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനൊരു സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വേണം അല്ലേ? അതിനെ പറഞ്ഞ പേരാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റയാണ്. എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി 2 ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ. ഒരു മീഡിയം വഴി ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വേണം, സെൻഡർ വേണം, നിങ്ങൾ വേണം, റിസീവർ വേണം. അയക്കുന്ന ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിനെ പറയുന്ന പേരാണ് മീഡിയം അല്ലേ? അവിടെ അയക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഞാൻ സെൻഡ് എന്നുള്ള ബട്ടൺ നിൽക്കുക, നിങ്ങൾ റിസീവ് ചെയ്യുമ്പം അവിടെ യൂസ് ചെയ്യുന്നതാണ് പ്രോട്ടോക്കോൾ. തമ്മിൽ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റ് വേണം. അതിനെ പറഞ്ഞ പേരാണ് മെസ്സേജ്. അപ്പോൾ സെൻഡർ, റിസീവർ, ചാനലിനെ പറയുന്ന മറ്റൊരു പേരാണ് മീഡിയം. അതേപോലെ മെസ്സേജ് വേണം ആൻഡ് സം സെറ്റ് ഓഫ് റൂൾസ്. അതിനെ പറഞ്ഞ പേരാണ് പ്രോട്ടോക്കോൾ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. കം ടു തേർഡ് വൺ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ 2 ടൈപ്പ് മീഡിയമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, വയേർഡ് മീഡിയം എന്ന് പറയുന്ന പേരാണ് ഗൈഡഡ് മീഡിയ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺഗൈഡഡ് മീഡിയം. അപ്പോൾ ഗൈഡഡ് മീഡിയം ഉണ്ട്, അൺഗൈഡഡ് മീഡിയം ഉണ്ട്. എന്താണ് ഗൈഡഡ് മീഡിയം, അൺഗൈഡഡ് മീഡിയം? ഗൈഡഡ് മീഡിയം പറഞ്ഞാൽ വയർഡാണ്. 3 ടൈപ്പ് വയറുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളെ ഫാന്, ലൈറ്റ് ഒക്കെ കത്തുന്ന വയർ, അതിനെ പറഞ്ഞ പേരാണ് അതിലേക്ക് കണക്ഷൻ കൊടുത്തത് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയും. ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് പെയർ. ട്വിസ്റ്റഡ് പെയറിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. UTP ഉണ്ട്, STP ഉണ്ട്. UTP പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും, STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. ഷീൽഡ് എന്നാൽ ഒരു എക്സ്ട്രാ കോട്ടിങ് കൂടി കൊടുത്താൽ അതിനെ പറയുന്ന പേരാണ് STP. അപ്പോൾ അൺഷീൽഡ് ഇൻഡിവിജ്വൽ പെയർ ഓഫ് കേബിൾസ് ആർ നോട്ട് ഇൻസുലേറ്റഡ് ആണ്. ഇറ്റ് ക്യാരി ഡാറ്റ അപ് ടു 100 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് വരിക. ലോ കോസ്റ്റ് ആണ്. ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ഷീൽഡഡ് ആണ്. എക്സ്ട്രാ കോട്ടിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എക്സ്പെൻസ് ഉണ്ടാവും. കോയാക്സൽ കേബിൾ യൂസ്ഡ് ഇൻ ലോക്കൽ കേബിൾ TV നെറ്റ്വർക്കിൽ. ഇറ്റ് ക്യാരി സിഗ്നൽ ഓൺ ലോങ് ഡിസ്റ്റൻസ് വെച്ചും എക്സ്പെൻസീവ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത അതിൽ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് റോഡാണ്. ഗ്ലാസ് റോഡ് ആകുമ്പോൾ എൻക്ലോസ് ഇൻ പ്ലാസ്റ്റിക് ജാക്കറ്റ് യൂസസ് LED ആയതുകൊണ്ട് ലൈറ്റ് ട്രാൻസ്മിഷനാണ്. ഹൈ സ്പീഡായിരിക്കും. അതേപോലെ ഹൈ എക്സ്പെൻസീവ് ആണ്. അൺഗൈഡഡ് മീഡിയയിലേക്ക് വരുമ്പോൾ വയർലെസ് ആണ്. വയർലെസ്സിൻ്റെ കേസിൽ 3 എലമെൻ്റാണ്. റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് പറഞ്ഞാൽ ടവറിൽ നിന്നും ടവറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഇൻഫ്രാറെഡ് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അതാണ് 10 മീറ്റർ ഇതിൻ്റെ ഉണ്ടാവുള്ളൂ ട്രാൻസ്മിഷൻ ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ലൈൻ ഓഫ് സൈറ്റ് ആണ്. നോട്ട് പെനിട്രേറ്റ് ടു എനി ഒബ്ജക്റ്റ്. എവിടേക്കും തുളഞ്ഞ് കയറാൻ പറ്റില്ല.
റേഡിയോ വേവിൻ്റെ ഉള്ളിൽ എവിടെ ഒളിച്ചു നിന്നാലും നമുക്ക് എന്ത് ചെയ്യും, ആ മെസ്സേജ് നമുക്ക് കിട്ടും, കോളിംഗ് നടക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ എനി ഒബ്ജക്ട്സ് ആണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാണ്ട്, ഇമ്പോർട്ടൻറ്റ് 2. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ല ഡിവൈസസ്. 7 ഡിവൈസസ് പഠിക്കാനുള്ളത്. ഒന്ന് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC കാർഡ്. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന, നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും, ഡിവൈസ് ദാറ്റ് എനേബിൾ എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. എല്ലാ ഡിവൈസും കണക്ട് ചെയ്ത സെക്ഷൻ ആ പറഞ്ഞ പേരാണ്. ഈ റൗണ്ട് ഇട്ടത് വെറുതെ ആവില്ല മക്കളെ, ഹബ്ബും സ്വിച്ചും. എല്ലാ ഡിവൈസും കണക്ട് ചെയ്തതാണ് ഹബ്ബ്. ഇൻ്റലിജൻറ്റ് ഹബ്ബാണ് സ്വിച്ച്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ റീജനറേറ്റ് ദ സിഗ്നൽ, റിസീവിങ് എ സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ഇറ്റ് എന്നിട്ട് സെൻഡ് ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് ബ്രിഡ്ജ്, റൗട്ടർ, ഗേറ്റ് വേ. 3 കൂടിയും വരില്ല, ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സെയിം നെറ്റ്വർക്ക് സെയിം പ്രോട്ടോക്കോൾ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബ്രിഡ്ജ്. ഒരു നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്യും, സ്പ്ലിറ്റ് ഇൻറ്റു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആവും. അപ്പോൾ ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആകുമ്പോൾ സെയിം പ്രോട്ടോക്കോളാണ്, സെയിം നെറ്റ്വർക്കുമാണ്, ആൻഡ് അവർ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാം. റൗട്ടർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് ക്യാൻ ബി ഇൻ്റർ കണക്ട് ടു നെറ്റ്വർക്കാക്കി മാറ്റുക. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്, പക്ഷേ യൂസ് ചെയ്യുന്നത് സെയിം പ്രോട്ടോക്കോളാണ്, സെയിം ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾ. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ട് 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്, ഹാവിങ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളാണ്, DNDP. സോ നെക്സ്റ്റ് വൺ, 5th വൺ, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആണ്. ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സിൽ പഠിക്കേണ്ടത് 2 കാര്യങ്ങളിൽ. ഒന്ന് മോഡം, രണ്ടാമത് മൾട്ടിപ്ലക്സറാണ്. മോഡം എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തല്ല. കമ്പ്യൂട്ടറിൻ്റെ കേസിൽ അതിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡാറ്റയാണ്. കമ്പ്യൂട്ടറിന് ആകെ അറിയാം ഈ ഡിജിറ്റൽ ഡാറ്റ, ഇതാണ് ഡിജിറ്റൽ ഡാറ്റ. മറിച്ച് ഇതിനെ പറയുന്ന പേരാണ് അനലോഗ് ഡാറ്റ. അനലോഗ് വേവ് രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ അറിയുന്ന ഡിജിറ്റൽ ഡാറ്റനെ, കമ്പ്യൂട്ടറിന് മാത്രം അറിയുന്ന ഡിജിറ്റൽ ഡാറ്റനെ അനലോഗ് ആക്കി മാറ്റുക, അതിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് മോഡുലേഷൻ എന്ന് ചോദിച്ചാൽ, മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് ഡിജിറ്റൽ സിഗ്നൽ ഇൻ ടു അനലോഗ്. തിരിച്ചുള്ള പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റുക. അനലോഗ് ടു ഡിജിറ്റൽ, ഇതിന് പറഞ്ഞ പേരാണ് ഡീമോഡുലേഷൻ. ഇതാണ് ഫസ്റ്റ് വൺ, മോഡം. രണ്ടാമത്തെ എലമെൻ്റ് ആണ് മൾട്ടിപ്ലക്സർ. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, ഒരേപോലെയുള്ള ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്യുക, കമ്പൈൻ ചെയ്യുക ഒരു മഗ്സിലേക്ക്. മൾട്ടിപ്ലക്സർ, ഇറ്റ് കമ്പൈൻ ഇറ്റ് ടേക്ക് സെവറൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് or signal and convert them into a single sending location at one അല്ലേ, ഒരൊറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യും. അറ്റ് റിസീവർ ലൊക്കേഷൻ ഡീമൾട്ടിപ്ലക്സർ ടേക്സ് 1 ലാർജ് സിഗ്നൽ. ഇതാണ് മൾട്ടിപ്ലക്സർ. ഇത് ഡീമൾട്ടിപ്ലക്സർ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആക്കി മാറ്റും, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആക്കി മാറ്റും. സോ അടുത്ത ഇമ്പോർട്ടൻസ് 3, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, essay ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. എന്താടാ ടോപ്പോളജി. essay മീൻസ് 5 മാർക്കിന് ടൈപ്പ് വരും. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്ത രീതിനെ പറഞ്ഞ പേരാണ് ഫിസിക്കൽ ഇൻ്റർ കണക്റ്റഡ് ടു ഫോം എ നെറ്റ്വർക്ക്. 4 ടൈപ്പ് ടോപ്പോളജി ആണുള്ളത്. ബസ് ടോപ്പോളജി, ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ കേബിൾ. ലെസ് കേബിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, സ്കേലബിൾ, ആൾക്കാരെ എണ്ണം കൂട്ടും ചെയ്യാം കുറക്കും ചെയ്യാം. റിംഗ് ടോപ്പോളജി എന്നാൽ എല്ലാവരും റൗണ്ട് ഷേപ്പിൽ കണക്ട് ചെയ്യും. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനർ. സർക്കുലർ മാനറിലാവുമ്പം ഈ ഒരു നോഡ്, ഈ ഒരു കമ്പ്യൂട്ടർ, എന്നുള്ള കമ്പ്യൂട്ടർ ആരോട് മാത്രമേ സംസാരിക്കുള്ളൂ? തൊട്ടടുത്തുള്ള 2 സിസ്റ്റവുമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. ബി നോഡും ഡി നോഡ് മാത്രമേ സംസാരിക്കുള്ളൂ. എ നോഡ് ഈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി അഡ്ജസൻറ്റ് നോഡ്സ്. അല്ല, എന്നുള്ള സിസ്റ്റം ഫെയിലായി, അപ്പോൾ എന്താവും? ആ റൗണ്ട് അവിടെ ബ്രേക്ക് ആവും. ദാറ്റ് ഈസ് നോട്ട് റിലയബിൾ ആണ്, നോട്ട് സ്കേലബിൾ ആണ്. കം ടു തേർഡ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിൻ്റെ പ്രത്യേകത, എല്ലാ കമ്പ്യൂട്ടറും ഒരൊറ്റ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യുക, ഒരു സെൻട്രൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുക. ആ സെൻട്രൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം? ഹബ്ബാവാം ഓർ സ്വിച്ച് ആവാം. റിലയബിൾ ആണ്, ആൾക്കാരെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. ഒരു സിസ്റ്റം ഫെയിൽ ആയാലും പ്രശ്നമില്ല, റിലയബിൾ ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ആൻഡ് ഫൈൻഡിങ് ദ ഫാൾട്ട് ആണ്. ഇഫ് ദ സെർവർ ഈസ് ഫെയിലർ ഇറ്റ് എഫക്ട് ദ എൻ്റയർ നെറ്റ്വർക്ക്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ ഒരുപാട് കേബിൾസ് വേണം, റിലയബിൾ ആണ്, നോട്ട് സ്കേലബിൾ ആണ്. കം ടു 7th ടോപ്പിക്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. 4 ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. പാൻ, ലാൻ, മാൻ, വാൻ. ആ ടാബിളാണ് പഠിച്ചു വെച്ചാൽ മതി. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് വഴി അയക്കുന്ന രീതിനെ പറയുന്ന പേരാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ വഴി.
എക്സ്പെൻസ് ഇല്ല, നെഗ്ലിജിബിൾ ആണ്, ഹൈ സ്പീഡാണ്, 10 മീറ്റർ ഡിസ്റ്റൻസേ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കിനെ പറഞ്ഞ പേരാണ് ലാൻ എന്ന് പറയും. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, സ്കൂൾ ബിൽഡിംഗ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഹൈ സ്പീഡാണ്, 1 കിലോമീറ്ററാണ് അതിൻ്റെ പരിധി വരിക. എന്നാൽ സിറ്റി മൊത്തം കവർ ചെയ്യണം. അപ്പോൾ കാലിക്കറ്റ് സിറ്റി മൊത്തം കവർ ചെയ്യണം. അവിടെ യൂസ് ചെയ്യുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു സിറ്റി മൊത്തം കവർ ചെയ്യാൻ ആവറേജ് സ്പീഡാണ്, ആവറേജ് എക്സ്പെൻസീവ് ആണ്, 100 കിലോമീറ്ററാണ് അതിൻ്റെ പരിധി. ലാസ്റ്റ് വൺ ഈസ് ലോകം മൊത്തം കിട്ടണം, ഒരു കുടക്കീഴിലേക്ക് കിട്ടണമെങ്കിൽ വാൻ. ഇൻ്റർനെറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാൻ ആണ്. എക്സ്പെൻസീവ് ആണ്, ലോ സ്പീഡാണ്, എൻറ്റയർ കൺട്രി ഓർ എൻറ്റയർ ഗ്ലോബ്. അതാണ് 7th ടോപ്പിക്. കം ടു 8th ടോപ്പിക്. 8ാമത്തെ ടോപ്പിക്കിൽ പഠിക്കുന്ന ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ IMP4 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടൻറ്റ് 4 ഇത് വരാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്. ക്ലൈൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലൈൻറ്റ് ഓൾവേസ് പ്രൊഡ്യൂസ് റിക്വസ്റ്റ് ടു സെർവർ. ക്ലൈൻറ്റ് റിക്വസ്റ്റ് ചെയ്യും സെർവറിനോട്, സെർവർ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഇതാണ് ക്ലൈൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള നോഡുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ. കം ടു 9th വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്, IMP5. 5ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 2 ടൈപ്പ് അഡ്രസ്സ് ഉണ്ട്, IP അഡ്രസ്സും MAC അഡ്രസ്സും. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ 2 ടൈപ്പ് അഡ്രസ്സാണ്. ഒന്ന് IP അഡ്രസ്സ്, ഒരു യുണീക്ക് 4 പാർട്ട് നമ്പറാണ്. അതായത് 197.168.0.52 ഇങ്ങനെയൊക്കെയാണ് IP അഡ്രസ്സ് ഉണ്ടാവുക. 4 പാർട്ട് നമ്പറാണ്, 4 പാർട്ട് യുണീക്ക് നമ്പറാണ്. അഡ്രസ് അസൈൻ ടു ഈച്ച് നോഡ് ഓൺ എ നെറ്റ്വർക്ക് ഫോർ ദയർ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ. IPv4 2 ടൈപ്പ് IP ഉണ്ട്. IPv4 32 ബിറ്റാണ്, IPv6 128 ബിറ്റാണ്. കം ടു സെക്കൻഡ് വൺ, MAC അഡ്രസ് ആണ്. MAC അഡ്രസ്സിൻ്റെ ഫുൾ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ. IP അഡ്രസ്സിൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണെങ്കിൽ MAC അഡ്രസ്സിൻ്റെ ഫുൾ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. അത് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ്. 6 അക്കം മാനുഫാക്ചർ ഐഡിയും, ഫസ്റ്റ് 6 ഡിജിറ്റ് മാനുഫാക്ചർ ഐഡിയും, റിമൈനിങ് 6 ഡിജിറ്റ് പ്രൊഡക്റ്റ് ഐഡിയുമാണ്. യൂണിവേഴ്സലി യുണീക്ക് അഡ്രസ്സാണ്. യെസ്, അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്. കം ടു പ്രോട്ടോകോൾസ്. ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകണം. പ്രോട്ടോകോൾസ് ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട്, പേര് പഠിക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ HTTPS, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, DNS ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണോ, TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. യെസ്, ദ എൻഡ് ഓഫ് ദ സെക്ഷൻ. ലാസ്റ്റ് സെക്ഷൻ ആണ്, ഇമ്പോർട്ടൻറ്റ് 6 ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഏതെങ്കിലും വെബ്സൈറ്റ് എടുക്കുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, കംപ്ലീറ്റ് അഡ്രസ്സ്. അതിനെ പറഞ്ഞ പേരാണ് URL. URL ഈസ് എ ഫോർമാറ്റഡ് ടെക്സ്റ്റ് സ്ട്രിങ് ആണ്, യൂസ്ഡ് ബൈ വെബ് ബ്രൗസേഴ്സ് ടു ഐഡൻറ്റിഫൈ എ നെറ്റ്വർക്ക് റിസോഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. 3 പാർട്ടാണ് ഉണ്ടാവുക. URLൻ്റെ കേസിൽ 1ാമത്തെ പാർട്ടാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ഇതാണ് പ്രോട്ടോകോൾ. 2ാമത്തെ സെക്ഷനാണ് ഡൊമൈൻ നെയിം. 3ാമത്തെ സെക്ഷനാണ് ഏതാ? 3ാമത്തെ സെക്ഷൻ ഫയൽ നെയിം. യെസ്, എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 11. സെറ്റിലടാ.